ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഡ്യൂട്ടിക്ക് കയറേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ കുഞ്ഞിച്ചേട്ടൻ എണീച്ച് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അടുക്കളയിൽ കയറി. അടുക്കളയിൽ പൊതുവെ കയറുമ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്താണ് കേട്ടോ മോനെ കൊടുക്കൽ. ഇക്ക നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഉമ്മ ഞാനും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി അടിച്ചു വരൽ, തുടക്കൽ, അങ്ങനത്തെ പണികളൊക്കെ ഏകദേശം തീർത്ത് മോനക്കുള്ള ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകൽ. അങ്ങനെ ഇന്ന് ഒരു 8-8:30 ആയപ്പോഴേക്കും രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ കുളിപ്പിക്കലും കഴിഞ്ഞ് അവനെ ഉറക്കിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വലിയ മോൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാളൊക്കെ ചെയ്യൽ. അതൊക്കെ പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ ഇക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1:30 ആയപ്പോഴേക്കും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ ഞാൻ 6:30 ആവട്ടെ വീട്ടിലെത്താൻ. ഇന്ന് 1:30ക്ക് എന്നെ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, മോനക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആൾ ഭയങ്കരമായിട്ട് പൊലിപ്പിലായിരുന്നു കേട്ടോ എന്നെ നേരത്തെ കണ്ടുകൊണ്ട്. ഞാൻ വന്നപ്പോൾ ഒരു സോപ്പൊക്കെ അവനക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുന്നേ അവൻ്റെ സോപ്പ് ഉണ്ടായിരുന്നത് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോട്ടക്കൽ ആയുർവേദശാലൻ്റെ ആ സോപ്പായിട്ട് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഇട്ടാണ് ആൾ കളിക്കുന്നത്. കുറേ വായിലിടും. പിന്നെ സോപ്പ് പോലെ കുറേ അതിൻ്റെ കവറ് പൊട്ടിക്കാത്തതുകൊണ്ട് അത് കുറേ വായിലിട്ട് നടന്നിരുന്നു. ഉള്ളിൽ നിന്ന് സോപ്പൊന്നും വായിക്കായിട്ടില്ല, പക്ഷേ എൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എന്ത് പേപ്പർ കിട്ടിയാലും വായിലിടുന്ന ഒരു പ്രായമാണ് ഇപ്പം. ഏകദേശം ഇപ്പോൾ 10 മാസം ആവാനായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം മോനെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോക്ക്. പിന്നെ ഞങ്ങൾക്കിന്ന് ഞങ്ങളെ കാക്കുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം കേട്ടോ. കാക്കു സ്കൂൾക്ക് പോയിക്കാണ്. കാക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ മോനാണ് കേട്ടോ. വലിയ മോൻ UKG പഠിക്കുന്നത്. ഈസു എന്നാണ് കേട്ടോ പേര്. മോനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ഇവനൊന്ന് ഉറക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്, കാരണം മഴയായിരുന്നു കേട്ടോ. പക്ഷെ ആൾ ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ അവനെയും കൂട്ടിയിട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ ഈസോനെ കൂട്ടാൻ പോയി. അവനക്കും അറിയില്ല ഞാനന്ന് കൂട്ടാൻ വരികയെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ എത്തുന്ന കാര്യമൊന്നും. അങ്ങനെ ഇവനക്കൊരു മെസ്സി കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ മുകൾക്ക് കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ കണ്ണൊക്കെ ഇങ്ങോട്ട് ചെറുതായി ഉറക്കം വന്നിട്ട് എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം കാക്കുവിനെ കാത്തുനിന്നപ്പോൾ വണ്ടിയൊക്കെ വന്നു. വണ്ടി വന്ന പാടെ തന്നെ കാക്കുവിനെ കണ്ടപ്പോൾ അവൻ്റെ എനർജിയൊക്കെ ഒന്നും കൂടെ ഡബിളായിട്ടോ. അവന് രണ്ടുപേരും പിന്നെ നല്ല വർത്താനൊക്കെ ആയി. അവന് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. UKG എത്തിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാട്ടോ മോനെ കൂട്ടാൻ പോകുന്നത്. കാരണം എന്നും 6 മണിയാവും ഉമ്മ തന്നെയാണ് അവനെ കൂട്ടാൻ പോലൊക്കെ. അങ്ങനെ അവനെ കൂട്ടി വീട്ടിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ച് രണ്ടുപേരും ചായയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ചെറിയ ആൾ എസിയാണ് കേട്ടോ ചെറിയ ആളെ പേര്. ഓനെ ഉറക്കാൻ നിന്നപ്പോൾ മറ്റവന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.